വർക്കർ വിസയിൽ ജോലി ചെയ്യുന്നവർക്കും പുതിയ തൊഴിൽ വിസയ്ക്കായി കാത്തിരിക്കുന്ന പ്രവാസി മലയാളികൾക്കും നിർണായകമായ വാർത്തകളാണ് UK ഹോം ഓഫീസിൽ നിന്നും പുറത്തുവരുന്നത്. UKയിലെ കുടിയേറ്റ നിയമങ്ങളിൽ അടുത്ത കാലത്തായി നടപ്പിലാക്കിയ കർശനമായ മാറ്റങ്ങളുടെ തുടർച്ചയായി സ്കിൽഡ് വർക്കർ വിസയ്ക്കുള്ള കുറഞ്ഞ ശമ്പള പരിധിയിലും തസ്തികകൾക്കനുസരിച്ചുള്ള ഗോയിങ് റേറ്റിലും പുതിയ വിവരങ്ങൾ ഔദ്യോഗികമായി പുതുക്കിയിരിക്കുകയാണ്. UKയിലെ പുതിയ വിസ നിയമങ്ങൾ മലയാളികളുടെ തൊഴിൽ സുരക്ഷിതത്തെയും കുടുംബങ്ങളെ ഒപ്പം കൂട്ടുന്നതിനുള്ള ഡിപെൻഡന്റ് വിസ മാനദണ്ഡങ്ങളെയും ഭാവിയിലെ ILR അപേക്ഷകളെയും ഏത് രീതിയിൽ ബാധിക്കുമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യമായി സ്കിൽഡ് വർക്കർ വിസയുടെ അടിസ്ഥാന ശമ്പള നിരക്കുകളിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. UK ഹോം ഓഫീസിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം വിദേശ തൊഴിലാളികൾക്കായി അനുവദിക്കുന്ന പുതിയ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് അതായത് COS അപേക്ഷകളിൽ ഉയർന്ന വരുമാന പരിധി കർശനമായി ബാധിക്കും. ഇതിനു മുൻപ് പ്രാബല്യത്തിൽ വന്ന അടിസ്ഥാന വർധനവിന് പുറമെ ഓരോ തൊഴിൽ മേഖലയ്ക്കും UK ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഒക്യുപേഷണൽ കോഡുകളിലെ ശമ്പള നിരക്കുകൾ അതാത് മേഖലയിലെ നിലവിലെ വിപണി നിരക്കുകൾക്ക് അനുസൃതമായി വീണ്ടും ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനർത്ഥം മുൻപ് ഒരു നിശ്ചിത തുകയ്ക്ക് സ്പോൺസർഷിപ്പ് ലഭിച്ചിരുന്ന അതേ ജോലിക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കുമ്പോൾ പുതിയ ഉയർന്ന നിരക്കിലുള്ള ശമ്പളം കമ്പനി വാഗ്ദാനം ചെയ്യേണ്ടതുണ്ട്. ഇത് UKയിലുള്ള മലയാളികളെ പ്രധാനമായും രണ്ട് വിഭാഗങ്ങളായി തരംതിരിച്ചാണ് ബാധിക്കുന്നത്. ഒന്നാമതായി നിലവിൽ UKയിൽ സ്കിൽഡ് വർക്കർ വിസയിൽ ജോലി ചെയ്യുകയും വിസ എക്സ്റ്റൻഷനെയോ അല്ലെങ്കിൽ കമ്പനി മാറിയോ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ തയ്യാറെടുക്കുന്നവരുമായ പ്രവാസികൾ. രണ്ടാമതായി ഇന്ത്യയിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ പുതിയതായി UKയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ. നിലവിൽ UKയിൽ പഴയ ശമ്പള നിരക്കിൽ ജോലിയിൽ തുടരുന്ന വിസ ഉടമകൾക്ക് തങ്ങളുടെ നിലവിലെ എംപ്ലോയറുടെ കൂടെ വിസ പുതുക്കുമ്പോൾ ചില ഇളവുകൾ ലഭ്യമാണ്. എന്നാൽ നിങ്ങൾ തൊഴിൽ ദാതാവിനെ മാറ്റുകയോ പുതിയ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് മാറാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ പുതിയ ഉയർത്തിയ ശമ്പള പരിധി പൂർണ്ണമായും പാലിക്കേണ്ടതായി വരും. ആരോഗ്യ മേഖലയെ പ്രത്യേകിച്ച് NHS ജീവനക്കാരെയും നഴ്സുമാരെയും സംബന്ധിച്ച് നാഷണൽ പേ സ്ലിപ്പുകൾ പാലിക്കുന്നതിനാൽ ഈ ശമ്പള വർധനവ് നേരിട്ട് ബാധിക്കില്ലെങ്കിലും പ്രൈവറ്റ് കെയർ ഹോമുകളിലും സോഷ്യൽ കെയർ മേഖലയിലും ജോലി ചെയ്യുന്ന മലയാളികൾക്ക് കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. ഹെൽത്ത് ആൻഡ് കെയർ വിസയിൽ എത്തുന്നവർക്ക് ഡിപെൻഡന്റുകളെ കൊണ്ടുവരുന്നതിലെ നിരോധനം തുടരുന്ന സാഹചര്യത്തിൽ പലരും ജനറൽ സ്കിൽഡ് വർക്കർ വിസയിലേക്ക് മാറാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം മാറ്റങ്ങൾക്ക് പുതിയ ഉയർന്ന ശമ്പള പരിധി ബാധകമാകുന്നത് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. IT, എഞ്ചിനീയറിംഗ്, ഫിനാൻസ് തുടങ്ങിയ പ്രൊഫഷണൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന UK മലയാളികൾ തങ്ങളുടെ എംപ്ലോയറുമായി സംസാരിച്ച് സാലറി സ്ട്രക്ചർ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വാർഷിക വരുമാനം ഹോം ഓഫീസ് അനുശാസിക്കുന്ന പുതിയ ഗോയിങ് റേറ്റിൽ കുറവാണെങ്കിൽ വിസ പുതുക്കൽ സമയത്ത് അപേക്ഷ നിരസിക്കപ്പെടാൻ സാധ്യത ഏറെയാണ്. കൂടാതെ ഭാവിയിൽ 5 വർഷത്തെ നിയമപരമായ വാസത്തിനു ശേഷം പെർമനന്റ് റെസിഡൻസി അഥവാ ILR-നായി അപേക്ഷിക്കുമ്പോൾ ആ സമയത്ത് പ്രാബല്യത്തിലുള്ള ശമ്പള നിബന്ധനകൾ കൃത്യമായി പാലിച്ചിരിക്കണമെന്നത് നിർബന്ധമാണ്. UKയിൽ സ്വന്തം കുടുംബത്തെ ഒപ്പം താമസിക്കുന്നതിനുള്ള ഇൻകം ത്രഷോൾഡ് അഥവാ കുടുംബ വരുമാന പരിധിയിലും ഈ മാറ്റങ്ങൾ പ്രതിഫലിക്കുന്നുണ്ട്. വിസ ഉടമകൾ തങ്ങളുടെ സഹപ്രവർത്തകർക്കും സ്പോൺസർ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും നൽകേണ്ട നിർദ്ദേശം എന്തെന്നാൽ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് ഹോം ഓഫീസിന്റെ ഏറ്റവും പുതിയ സ്കിൽഡ് വർക്കർ സാലറി കോഡ് പട്ടികയും നിങ്ങളുടെ ജോലിയുടെ പദവിയും ശരിയായി മാച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. സ്പോൺസറിംഗ് കമ്പനി ഔദ്യോഗികമായി നൽകുന്ന തൊഴിൽ കരാറിലെ ശമ്പളം ഹോം ഓഫീസിന്റെ ക്രമീകരണങ്ങൾക്ക് താഴെയാണെങ്കിൽ അപേക്ഷ സിസ്റ്റം സ്വയം റിജക്ട് ചെയ്യും. UK കുടിയേറ്റ മേഖല വലിയ രീതിയിലുള്ള ഗുണപരമായ തെരഞ്ഞെടുപ്പുകളിലേക്ക് മാറുമ്പോൾ പ്രവാസി മലയാളികൾ തങ്ങളുടെ വിസ കാലാവധി കഴിയുന്നതുവരെ കാത്തിരിക്കാതെ മുൻകൂട്ടി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ വിസ പുതുക്കൽ തീയതി, എംപ്ലോയർ നൽകുന്ന കെയർ വർക്ക് കോഡുകൾ, പുതിയ ശമ്പള വ്യവസ്ഥകൾ എന്നിവ കൃത്യമായി മനസ്സിലാക്കി മുൻപോട്ട് പോവുക. ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ഉണ്ടാകുന്ന തത്സമയ മാറ്റങ്ങളും ഗവൺമെന്റ് വിജ്ഞാപനങ്ങളും കൃത്യതയോടെ മനസ്സിലാക്കാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.